നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 19, 2025 ചൊവ്വ. അങ്ങനെ ഇന്നത്തെ നേട്ടത്തോടു കൂടി തുടർച്ചയായി നാലാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും നമ്മുടെ മാർക്കറ്റുകൾക്ക് നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. ഓട്ടോ സ്റ്റോക്സിലുണ്ടായ റാലിയും ഹെവി വെയ്റ്റ് സ്റ്റോക്കായ റിലയൻസ് ഇൻഡസ്ട്രിയിലുണ്ടായ റാലി തുടങ്ങി പ്രധാനമായും 8 ഘടകങ്ങളാണ് ഇത് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുകയുണ്ടായത്. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്ന് സെൻസെക്സിലും നിഫ്റ്റിയിലും ചെറിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ലഭ്യമായപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഫിൻ നിഫ്റ്റിയിലും ഗ്യാപ്പ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നത്. ഇന്ന് നിഫ്റ്റി രാവിലെ 9:45 കൂടി അതിന്റെ ഡേ ലോ ആയ 24,873 എന്ന ലെവലിൽ നിന്നും സപ്പോർട്ട് എടുക്കുകയുണ്ടായി. അവിടെ നിന്നും തുടർന്ന് നമ്മുടെ മാർക്കറ്റിന് ഗ്രാജുവലായിട്ട് മുകളിലേക്ക് പോകുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് 12:20 കൂടി നിഫ്റ്റി ഇന്ന് 25,012 എന്ന ലെവലിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ഡേ ഹൈ ടച്ച് ചെയ്യുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റ് നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിച്ചപ്പോഴും നിഫ്റ്റിക്ക് 25,000 എന്ന ലെവൽ മറികടക്കാൻ സാധിച്ചെങ്കിൽ കൂടിയിട്ടും അത് നിലനിർത്താൻ സാധിച്ചില്ല. എങ്കിലും നിഫ്റ്റിക്ക് ഇന്ന് 103 പോയിന്റുകളുടെ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ സെൻസെക്സിന് 370 പോയിന്റുകൾ കൈവരിക്കുവാനുമായി. അതേസമയം ബാങ്ക് നിഫ്റ്റിക്ക് 130 പോയിന്റുകളുടെ നേട്ടം കൈവരിക്കാനായപ്പോൾ ഫിൻ നിഫ്റ്റിയിൽ 16 പോയിന്റുകളുടെ നഷ്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയും ദൃശ്യമായി. ഇന്ന് NSEയിൽ 1862 കമ്പനികൾ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ 862 കമ്പനികൾ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. ടാറ്റ മോട്ടോഴ്സ്, അദാനി പോർട്സ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, ഹീറോ മോട്ടോർ കോർ, ബജാജ് ഓട്ടോ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ഡോക്ടർ റെഡ്ഡീസ് ലാബോറട്ടറീസ്, സിപ്ല, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ബജാജ് ഫിൻസർവ്, M&M തുടങ്ങിയ സ്റ്റോക്കുകൾ നഷ്ടം നേരിടുന്നതായിട്ടും അനുഭവപ്പെട്ടു. ഇന്ന് സെക്ടർ വൈസ് നോക്കുമ്പോൾ ഫാർമ സെക്ടറിനെ മാറ്റി നിർത്തിയാൽ മറ്റ് എല്ലാ സെക്ടേഴ്സും നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. ടെലികോം, FMCG, മീഡിയ, ഓട്ടോ, ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ സെക്ടറുകളിൽ 1% റാലിയും ഇന്ന് അനുഭവപ്പെട്ടു. ബോർഡർ മാർക്കറ്റ്സുകളും ഇന്ന് മോശമല്ലാത്ത പെർഫോമൻസ് കാഴ്ചവെക്കുകയുണ്ടായി. അതിന്റെ ഫലമായി BSE മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും 1% നേട്ടം കൈവരിക്കുവാനുമായി. അതേസമയം നിഫ്റ്റി ഫാർമയിൽ ഇന്ന് 0.34% ഇടിവാണ് അനുഭവപ്പെടുകയുണ്ടായത്. ഇന്ന് ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ 39 പൈസയുടെ നേട്ടം കൈവരിച്ചുകൊണ്ട് 86.96 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഈ വരുന്ന ദിവാലിയോട് അനുബന്ധിച്ച് ഇന്ത്യയിലെ GSTയിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങളുടെ മുകളിലുള്ള ശുഭാപ്തി വിശ്വാസത്തിന്റെ വർധനവിന്റെ ഫലമായിട്ട് ഇന്നും നമ്മുടെ മാർക്കറ്റില് പല മേഖലകളിലും അത്യുഗ്രൻ പ്രകടനങ്ങൾ കാഴ്ചവെക്കുവാൻ സാധിക്കുകയുണ്ടായി. തുടർച്ചയായി 4ാമത്തെ ദിനത്തിലും ഇന്ന് നമ്മുടെ മാർക്കറ്റ് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സഹായകമായ പ്രധാനപ്പെട്ട 8 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി തന്നെ ഓട്ടോ സ്റ്റോക്സിൽ ഇന്നും തുടർച്ചയായിട്ട് ഉണ്ടായ റാലി തന്നെയാണ്. GST റിഫോംസ് മാത്രമല്ല, ചൈനീസ് ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ ഇന്ത്യയിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും റെയർ എർത്ത് മാനേജ്മെന്റിന്റെ സപ്ലൈയുമായി ബന്ധപ്പെട്ടുള്ള പുതിയ പ്രഖ്യാപനങ്ങൾ വന്നു ഇന്ത്യക്ക് അനുകൂലമായി. അതുകൊണ്ട് തന്നെ GST റിഫോംസിന്റെ പ്രഖ്യാപനം വന്നതോടുകൂടി തീപിടിച്ച ഓട്ടോ സെക്ടറിന് റെയർ എർത്ത് മാഗ്നറ്റിന്റെ പ്രഖ്യാപനം കൂടി വന്നപ്പോൾ അതിന് വീണ്ടും ഫ്യൂവൽ കൂട്ടുകയുണ്ടായി. തൽഫലമായി ഇന്ന് ഓല ഇലക്ട്രിക്, ബജാജ് ഓട്ടോ, ഹീറോ മോട്ടോർ കോർ, ഹ്യുണ്ടായി മോട്ടോർ, ഐഷ മോട്ടോഴ്സ്, മാരുതി സുസുക്കി തുടങ്ങിയ ലീഡിംഗ് ആയ ഓട്ടോ സ്റ്റോക്സിൽ 6% റാലിയും തൽഫലമായിട്ട് കാണുവാൻ സാധിച്ചു. ഇന്ന് ഓട്ടോ സ്റ്റോക്സിലുണ്ടായ റാലിയുടെ ഫലമായിട്ട് നിഫ്റ്റി ഓട്ടോയ്ക്ക് 1.31% നേട്ടം കൈവരിക്കുവാനുമായി. രണ്ടാമതായി ഹെവി വെയ്റ്റ് സ്റ്റോക്കായ റിലയൻസ് ഇൻഡസ്ട്രീസിൽ തുടർച്ചയായി 2ാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും ഇന്നുണ്ടായ 2%-ലേറെ റാലിയാണ്. ഇന്ന് റിലയൻസ് ഇൻഡസ്ട്രീസിനെ പ്രധാനമായും നേട്ടത്തിലേക്ക് നയിച്ചത് പ്രീപെയ്ഡ് താരിഫുമായി ബന്ധപ്പെട്ട് പുതിയ അനൗൺസ്മെന്റുകൾ വരികയുണ്ടായി. ജിയോയുടെ ഭാഗത്തു നിന്നും പ്രീപെയ്ഡ് സർവീസസിലെ എൻട്രി ലെവലായ 1 GB പെർ ഡേ 209 രൂപയ്ക്ക് 22 ദിവസത്തേക്കുള്ള പാക്കേജ് ഡിസ്കണ്ടിന്യൂ ചെയ്തു. അതുകൂടാതെ
1.5 GB പെർ ഡേ 28 ദിവസത്തേക്ക് 249 എന്ന പാക്കേജിന്റെ പ്രൈസ് 299 രൂപയായിട്ട് ഉയർത്തിക്കൊണ്ട് എൻട്രി ലെവൽ പ്ലാൻ ആയിട്ട് അവതരിപ്പിക്കുകയുണ്ടായി. ഇന്ന് ജിയോയുടെ ഭാഗത്തു നിന്ന് വന്ന ഈ ഒരു അനൗൺസ്മെന്റ് തന്നെയാണ് ഇന്ന് റിലയൻസ് ഇൻഡസ്ട്രീസിനെ 2% നേട്ടത്തിലേക്ക് നയിച്ചതും. മൂന്നാമതായി പോസിറ്റീവ് ആയിട്ടുള്ള ഗ്ലോബൽ ക്യൂസ് തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. കാരണം ഇന്ന് രാവിലെ നമ്മൾ കണ്ടിരുന്നു ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള ഔദ്യോഗിക കൂടിക്കാഴ്ചകളുടെ ഭാഗമായിട്ട് ട്രംപിന്റെ നേതൃത്വത്തിൽ ത്രികക്ഷി ചർച്ചയ്ക്കുള്ള മുൻകൈ എടുക്കുന്നുണ്ട്. ട്രംപും പുടിനും സെലൻസ്കിയും തമ്മിലുള്ള ഔദ്യോഗിക ചർച്ചകൾക്കായിട്ട്. അതിന്റെ ഫലമായി വൈറ്റ് ഹൗസിൽ നിന്നും ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായി. റീസണബിൾ ചാൻസ് ഉണ്ട് വാർ നിർത്തുന്നതുമായി ബന്ധപ്പെട്ട്. അതുകൂടാതെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിയും പുടിനും തമ്മിൽ ഇന്നലെ ഔദ്യോഗിക ഫോൺ സംഭാഷണം ഉണ്ടായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നും പുടിനോട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിച്ച് എത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് എത്തിച്ചേരണമെന്നുമുള്ള അഭ്യർത്ഥന ഉണ്ടായി. യുദ്ധം നിർത്തുന്നതിന്റെ അനന്തരഫലമായിട്ട് ഇന്ത്യയുടെ മുകളിൽ അമേരിക്ക ചുമത്തിയിരിക്കുന്ന റഷ്യൻ ഓയിലിന്റെ വ്യാപാരവുമായി ബന്ധപ്പെട്ടുള്ള 25% അഡീഷണൽ പെനാൽറ്റി താരിഫ് മാറിയേക്കാമെന്നുമുള്ള പ്രതീക്ഷ നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് പോസിറ്റീവായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സഹായിച്ചു. അഞ്ചാമതായി ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ ഇന്നത്തെ ഇടിവ് തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ആറാമതായി ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും വന്ന ബൈങ് തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ഇന്നലെ ക്യാഷ് മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 550.85 കോടി രൂപയ്ക്ക് മാത്രമേ ബൈ ചെയ്തുള്ളെങ്കിൽ കൂടിയിട്ടും അതേസമയം വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇന്ത്യൻ ഫ്യൂച്ചർ മാർക്കറ്റിലെ ഷോർട്ട് പൊസിഷൻ തിങ്കളാഴ്ചയിൽ 1.82 ലക്ഷം കോടി രൂപയിൽ നിന്നും ചൊവ്വാഴ്ച വന്നപ്പോൾ 1.71 ലക്ഷം കോടി രൂപയായിട്ട് ചുരുക്കുകയുണ്ടായി. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും ഇന്നലെ വന്ന ഈ രണ്ട് ആക്ഷൻസും ഇന്ന് നമ്മുടെ മാർക്കറ്റിന്റെ നേട്ടത്തിലേക്ക് നയിക്കാൻ പ്രധാനപ്പെട്ട ഘടകമായി അതുകൊണ്ട് തന്നെ മാറുകയുണ്ടായി. ഏഴാമതായി ജാക്സൺ ഹോളിൽ നടക്കാനിരിക്കുന്ന US ഫെഡറൽ റിസർവിന്റെ ആനുവൽ മീറ്റിംഗ് തന്നെയാണ്. ഈ വരുന്ന 21 മുതൽ 23 വരെയാണ് യുഎസിലെ ഫെഡ് റിസർവിന്റെ ആനുവൽ മീറ്റിംഗ് ജാക്സ് ഹോളിൽ വെച്ചിട്ട് ചേരാൻ വേണ്ടി പോകുന്നത്. ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിലുള്ള പ്രതീക്ഷകളും വാനോളം ഉയർന്നു വരുന്നുമുണ്ട്. മാത്രമല്ല അടുത്ത ദിവസങ്ങളിൽ ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ സ്പീച്ച് കൂടി വരാനിരിക്കുന്നു. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം നടക്കുന്ന യുഎസിന്റെ ഫെഡറൽ റിസർവിന്റെ ഈ ഔദ്യോഗിക മീറ്റിംഗില് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനെ കുറിച്ചുള്ള പ്രതീക്ഷകളും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് സഹായിച്ചു. എട്ടാമതായി ഇന്ന് ഇന്ത്യൻ രൂപയുടെ നേട്ടം തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ഇന്ന് നമ്മൾ മുൻപ് കണ്ട പോലെ തന്നെ ഇന്ത്യൻ പൈസ അമേരിക്കൻ ഡോളറിനെതിരെ 39 പൈസയുടെ നേട്ടം കൈവരിക്കുകയുണ്ടായി. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന വർധനവ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ നമ്മുടെ മാർക്കറ്റിലേക്ക് ആകർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഇന്നലെ ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച നടന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് പ്രധാനപ്പെട്ട ഇന്ത്യൻ ഡിഫൻസ് സ്റ്റോക്കുകളായ ഭാരത് ഡൈനാമിക്സ്, GRSE, HIL തുടങ്ങിയ സ്റ്റോക്കുകളിൽ 3% ഇടിവും ദൃശ്യമായിരുന്നു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 10 പോയിന്റുകളുടെ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം 3 യൂറോപ്യൻ മാർക്കറ്റ്സും നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഇന്ന് നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ് ദൃശ്യമാകുന്നത്. സിംഗപ്പൂർ മാർക്കറ്റ് ഒഴികെ ലീഡിംഗ് ആയ മറ്റ് ഏഷ്യൻ ഇൻഡെക്സുകൾ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടരുന്നതും അവസാനിപ്പിച്ചതും. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിലും ക്രൂഡ് ഓയിലിലും 1%-ലേറെ ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. അതേസമയം ഗോൾഡിൽ നേരിയ ഉയർച്ചയും ദൃശ്യമാകുന്നു. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. 3G ഷിപ്പിംഗ് ഗ്ലോബൽ IPO ഇന്ന് മുതൽ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഓഗസ്റ്റ് 21-നാണ് IPO ക്ലോസ് ആവുന്നത്. പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് 240 രൂപ മുതൽ 252 രൂപ പെർ ഷെയർ എന്ന നിലയിലാണ്. കോട്ടൺ സ്റ്റോക്സ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും കോട്ടൺ റോ മെറ്റീരിയലിന്റെ ഇമ്പോർട്ടിലുള്ള 11% ഡ്യൂട്ടി താൽക്കാലികമായി, അതായത് ഒക്ടോബർ 30 വരെ നീക്കി എന്നുള്ള വാർത്തകൾ. SPML ഇൻഫ്ര 1073 കോടി രൂപയുടെ വാട്ടർ സപ്ലൈ പ്രൊജക്ട്
ക്രെഡിറ്റ് കമ്പനിക്ക് പുതിയതായിട്ട് ലഭിച്ചു എന്നുള്ള വാർത്തകൾ. മിനി ഡയമണ്ട്സ് ഇന്ത്യ സ്റ്റോക്ക് സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടിയിട്ട് അടുത്ത മാസം സെപ്റ്റംബറിൽ കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് വിളിച്ചതായിട്ടുള്ള വാർത്തകൾ. ഫെർട്ടിലൈസർ കമ്പനീസ് ഇന്ത്യ സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് ചൈനീസ് ഫോറിൻ മിനിസ്റ്ററുടെ ഭാഗത്ത് നിന്നും വന്ന ഇന്ത്യയിലേക്കുള്ള രാസവളങ്ങളുടെ എക്സ്പോർട്ടിനുള്ള നിയന്ത്രണം എടുത്തു മാറ്റും എന്നുള്ള പ്രഖ്യാപനം വരികയുണ്ടായി. അതിന്റെ ഫലമായിട്ട് FACT, RCF, അഗ്രോഫോസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഇന്ന് 5% റാലിയും ദൃശ്യമായിരുന്നു. പട്ടേൽ റീറ്റെയിൽ IPO ഇന്ന് മുതൽ IPO ഓപ്പൺ ആണ് സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട്. ഓഗസ്റ്റ് 21 സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ആകും. 273 രൂപ മുതൽ 255 രൂപ പെർ ഷെയർ എന്ന റേറ്റിലാണ് പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അരോമാറ്റിക്സ് IPO ഇന്ന് ഓപ്പൺ ആകും. 21 തീയതി ഓഗസ്റ്റിന് ക്ലോസ് ആകും. 309 രൂപ മുതൽ 325 രൂപ പെർ ഷെയർ എന്ന ലെവലിലാണ് പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.